ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ശുഭഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ശുഭഗ്രഹമായിട്ടുള്ള സത്വഗുണ പ്രധാനിയായിട്ടുള്ള വ്യാഴഗ്രഹത്തിൻ്റെ മാറ്റം മൂലം മകീരം നക്ഷത്രത്തിൽ ജനിച്ചവർക്കുണ്ടാകുന്നതായിട്ടുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഇടവം രാശിയിൽ 30 നാഴികയും മിഥുനം രാശിയിൽ 30 നാഴികയും കൂടിച്ചേരുന്ന ദേവഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് മകീരം നക്ഷത്രം. അഭിമാനശീലരും വ്യക്തി സ്വാതന്ത്ര്യം വളരെ ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാര് ആരുടെ മുന്നിലും തലകുനിക്കാതെ തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ച പോലെ ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് ബുദ്ധിപരമായിട്ട് പരിശ്രമിക്കുന്നതായ ഇടവം രാശിയിൽ വരുന്നതായിട്ടുള്ള മകീരം നക്ഷത്രക്കാരുടെ മനസ്സിലും അവരുടെ നിത്യജീവിതത്തിലും നിലനിൽക്കുന്നതായിട്ടുള്ള പ്രതിസന്ധികളെയും വിഷമതകളെയും തരണം ചെയ്ത് ലാഭകരമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ളതായ മനോബലം കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ വ്യാഴപ്പകർച്ചയിലൂടെ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലത്ത്. ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാരിൽ ഈ ഒരു വർഷക്കാലം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ്. കുടുംബജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും പ്രത്യേകിച്ച് സന്താനഭാവങ്ങളിലും എല്ലാം ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾ കാണുന്നതായിട്ടൊരു വർഷം കൂടിയാണ് ഈ വ്യാഴവട്ടത്തിൽ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലം. എന്നാൽ 5-ാം ഭാവത്തിലാണെങ്കിൽ കേതുവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിലും ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തിൻ്റെതായ ദൃഷ്ടിയാണെങ്കിൽ ഈ 5-ാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും എല്ലാം വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ്. 7-ാം ഭാവമായിട്ടുള്ള നിവൃത്തി സ്ഥാനത്ത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് നിവർത്തിച്ച് കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും നേട്ടങ്ങൾക്കും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കാണെങ്കിലും മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. കർമ്മസംബന്ധമായിട്ടാണെങ്കിലും പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ വ്യാഴവട്ടത്തിൽ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലത്ത്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരമുള്ളതായ ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. വിവാഹ സംബന്ധമായിട്ട് ആലോചനകൾ ചെയ്തു വന്നിരുന്നതായിട്ടുള്ള ഇടവം രാശിയിൽ വരുന്നതായിട്ടുള്ള മകീരം നക്ഷത്രക്കാരിൽ വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ഈ വ്യാഴപ്പകർച്ചയിലൂടെ വരുന്നതായ ഒരു വർഷക്കാലത്ത്. ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും വിഷമഘട്ടങ്ങളിലും ഈശ്വരാനുഗ്രഹത്തോടെ ധൈര്യസമ്മേതം മുന്നോട്ട് പോകുന്ന പക്ഷം വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഇടവം രാശിയിൽ വരുന്നതായിട്ടുള്ള മകീരം നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് സഹസ്രനാമാർച്ചന ചെയ്യുന്നതും അഷ്ടാക്ഷരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്. മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാരിൽ പ്രത്യേകിച്ച് ഈശ്വരാധീന്യവും പരിശ്രമശീലവും ക്ഷമാശീലവും എല്ലാം വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ വ്യാഴവട്ടത്തിൽ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലത്ത്. 7-ാം ഭാവാധിപത്യവും
കർമാധിപത്യവുമുള്ളതായ ഈ ദേവഗുരുവായിട്ടുള്ള വ്യാഴം 12ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റക്കുറച്ചിലുകൾ വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് മകീരം നക്ഷത്രം മിഥുനം രാശിയിലുള്ളവർക്ക്. പ്രത്യേകിച്ച് ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ്. കർമ്മസംബന്ധമായിട്ടാണെങ്കിൽ, സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും, ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലാണെങ്കിലും ഈ സമയത്ത് കൃത്യനിഷ്ഠയോടു കൂടിയിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഉചിതമായിട്ടാണ് കാണുന്നത്. ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള ടെൻഷൻ കർമ്മ മേഖലയെ ബാധിക്കാതെ നോക്കുന്നതും വളരെ നല്ലതാണ്. ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിലോ 4ാം ഭാവത്തേക്കും 6ാം ഭാവത്തേക്കും അഷ്ടമത്തിലേക്കും വരുന്നതിനാൽ കുടുംബ ബന്ധങ്ങളിലും കുടുംബത്തിലും കുറേയൊക്കെ സുഖാവസ്ഥകൾക്ക് സാധ്യത കാണുന്നുണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. അതുകൊണ്ട് മിഥുനം രാശിയിൽ വരുന്നതായിട്ടുള്ള മകീരം നക്ഷത്രക്കാരിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടാക്ഷരീ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും, വ്യാഴാഴ്ച ദിവസം തുളസിമാല ചാർത്തി നെയ്വിളക്ക് വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു.